ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇപ്പോൾ 2 മണി ആവാനായി. 2 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണേ. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട്, കാണിച്ചു തരാം എല്ലാവർക്കും. അപ്പോൾ ഞാൻ 7 മണിക്ക് ലൈവ് വരുന്നുണ്ട്. പറ്റുന്നവരൊക്കെ ലൈവിൽ വരണം കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് പറയാനുള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ. ഞാനിനി ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മളെ ഉച്ചഭക്ഷണത്തിനുള്ളത്. കാലൂരി ഓലൻ, അതിൽ ഒരിച്ചത്, പിന്നെ മത്തിക്കറി. മത്തി മോരെല്ലാം ഒഴിച്ച് വെക്കുന്ന കറിയാണ്. നിങ്ങളങ്ങനെ വെക്കാറുണ്ടോ? അതുപോലെ തന്നെ ബിരിമ്പി അച്ചാർ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ബിരിമ്പി അച്ചാറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ കറിയൊക്കെ കൂട്ടി നല്ലൊരു ഊണുണ്ണാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി കാണാം കേട്ടോ. ഇതാ മോന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ ഇങ്ങനെ പൊരിച്ചടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മോൻ ചിക്കനൊക്കെ കൂട്ടി കഴിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അതിലിടക്ക് അമ്മ എനിക്ക് ഇവിടെ ഒരു ബത്താസിൻ്റെ കഷ്ണം കൊണ്ടു തന്നെ. അമ്മ അന്നേ കൊണ്ടുവന്ന ബത്താസാണ്. അത് കൊത്തി മുറിച്ചിട്ട് പുഴുങ്ങിയതിൻ്റെ ഒരു കഷ്ണം ഇതിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ചമ്മ കിടന്നു. അതിന് ശേഷമാണ് ബാക്കി വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വന്നപാടായിരുന്നു. അപ്പോൾ കുറച്ചമ്മ കിടന്നിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാവരോടും പറയാനുള്ളത്, അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഏതവസ്ഥയിലായാലും നമുക്ക് ജീവിച്ചേ പറ്റൂ അല്ലേ? അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുക. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ഓരോരോ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് നമ്മൾ തളർന്നു പോകാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒരുപാട് തളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഞാനൊക്കെ എൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇത്ര വരെ എത്തി നിൽക്കാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ തളരാനൊന്നും പാടില്ല. നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയമൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുമോ നമുക്ക് ആരുമില്ല, അയ്യോ നമ്മൾ എന്തിനായി ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ആ സമയവും നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയവും കടന്നു പോകുമെന്ന് വിചാരിച്ച് നമ്മൾ നല്ല തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി തന്നെ തയ്യാറാവണം. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്കും ഉണ്ട് അതുപോലെ തന്നെ അവകാശം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുക. ഏതവസ്ഥയിലാണെങ്കിലും ഹാപ്പി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അത്രയും ടാറ്റാ.